പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും ധ്യാനിക്കാം. എപ്പോഴാണ് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായി ജ്ഞാനസ്നാനത്തിലൂടെ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചതിന് ശേഷവും ജ്ഞാനസ്നാനത്തിന് ശേഷവും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഇനി യോഹന്നാൻ്റെ സ്നാനവും അതുപോലെ തന്നെ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിന് ശേഷവും ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്നാപയോഹന്നാൻ അനുതാപത്തിൻ്റെ സ്നാനം കൊടുക്കുന്നു. ആ അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിച്ച മക്കൾക്ക് വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കൊടുക്കുന്നു. ആ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചതിന് ശേഷം അവരുടെ മേൽ കൈവെപ്പ് ശുശ്രൂഷ നടത്തിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രണ്ട് സ്നാനത്തിന് ശേഷവും കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നത് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്കിത് കാണുവാൻ സാധിക്കും. 4 മുതൽ 6 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ മക്കൾ നിറയപ്പെടുന്നത്. 4-ാമത്തെ തിരുവചനത്തിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മേഖലയെ കാണിക്കുന്നുണ്ട്, ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ 19-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസസിലെത്തുന്നു. ആ എഫേസസിലെത്തിയപ്പോൾ ഏതാനും ചില വ്യക്തികളെ അവിടെ വെച്ച് കാണുന്നു, ശിഷ്യന്മാരെ കാണുന്നു. ആ ശിഷ്യന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്നൊന്നുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ പൗലോസ് ചോദിക്കുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ ആരുടെ സ്നാനമാണ് സ്വീകരിച്ചത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ യോഹന്നാൻ്റെ സ്നാനമാണ് സ്വീകരിച്ചത്. പൗലോസ് അവരോട് പറയുന്നുണ്ട്, യോഹന്നാൻ അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ സ്നാനമാണ് കൊടുത്തത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞതിന് ശേഷം അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസാണ് അവർക്ക് സ്നാനം നൽകിയത്. ഇത് കേട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവർ സ്നാനം സ്വീകരിച്ചു എന്ന് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ഇത് കേട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കൊടുത്തത് മറ്റാരുമല്ല, പൗലോസ്ലീഹായാണ്. അപ്പോൾ പൗലോസ്ലീഹായ്ക്ക് ഇത് കിട്ടിയതിനൊരു പാരമ്പര്യമുണ്ട്. സഭയുടെ പാരമ്പര്യത്തിൽ വളരെ വ്യക്തമായിട്ടും സഭയുടെ ചരിത്രപരമായ മേഖലയിൽ ഇത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിന് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിൻ്റെ മേഖല 9-ാം അധ്യായത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അനനിയാസ് എന്ന ശിഷ്യൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെയാണ് പൗലോസിലേക്ക്, സാവൂളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതും എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുന്നതും. സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം പുള്ളി അറേബ്യയിലേക്ക് പോകുന്നു. അറേബ്യയിലേക്ക് പോയി കുറേ നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പത്രോസാകുന്ന സഭയുടെ നേതാവിന് വിധേയപ്പെട്ടുകൊണ്ട് ഈ പൗലോസ് ശുശ്രൂഷ ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥം പഠിച്ചു കഴിഞ്ഞാൽ സഭയുടെ ചരിത്രത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും സഭയുടെ പ്രബോധനത്തിലും സഭയുടെ പാരമ്പര്യത്തിലുമെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഇവിടെ പൗലോസ് സ്നാനം കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അവരുടെ മേൽ കൈകൾ വയ്ക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചു. കണ്ടോ,
ഒന്നാമതായി അവർ അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിച്ചു യോഹന്നാനിൽ നിന്ന്. രണ്ടാമതായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സ്നാനം സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. അതിനുശേഷം പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ഈ കൈവെപ്പ് ശുശ്രൂഷ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൈവെപ്പ് ശുശ്രൂഷ, ആ കൈവെപ്പ് ശുശ്രൂഷയാണ് ഇന്ന് സഭയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കൈവെപ്പ് ശുശ്രൂഷ ജ്ഞാനസ്നാന സമയത്ത് തന്നെ സിറോ മലബാർ സഭയിൽ തന്നെ സ്ഥൈര്യലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്ന പുരോഹിതർക്ക്, വൈദികർക്ക് സിറോ മലബാർ സഭയിൽ ഈ കാലഘട്ടങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്ഥൈര്യലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യുവാനും സഭ അനുവദിച്ചിരിക്കുന്നു. എന്നാൽ മുൻകാലഘട്ടങ്ങളിൽ മെത്രാനായിരുന്നു ഈ കൂദാശ പരികർമ്മം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പോലും എനിക്ക് കിട്ടിയത് മെത്രാൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിക്കപ്പെട്ടത്. ഇന്ന് ലത്തീൻ സഭയിൽ മെത്രാനാണ് കൈവെപ്പ് ശുശ്രൂഷയിലൂടെ സ്ഥൈര്യലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നത്. സിറോ മലബാർ സഭയിലും മലങ്കര കത്തോലിക്ക സഭയിലും വൈദികർക്ക് അതിനുള്ള അധികാരം സഭയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അവരുടെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ഈ പരിശുദ്ധാത്മാവിനെ ദൈവം ഓരോ വ്യക്തികളിലേക്കും അയക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചതാണ്. ആ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്ന ഒരു വിശ്വാസവും ബോധ്യവും പോലും ഇന്നില്ലാതെ കൊണ്ട്, ആ പരിശുദ്ധാത്മാവിൻ്റെ യാതൊരുവിധ ഫലങ്ങൾ പോലും ഇല്ലാതെ കൊണ്ട് ദുരാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കുന്നവരാണ് നാമെങ്കിൽ, ആ ദുരാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെടണം. ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് കൈവെപ്പ് ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള ജീവിതത്തിൻ്റെ പരിണിതഫലമായി പരിശുദ്ധാത്മാവിന് ഞങ്ങളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ വന്ന നിമിഷങ്ങളുണ്ട്. കർത്താവെ, അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ അവിടുത്തെ തിരുവചനവും കൂദാശകളുടെ സത്യവും എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയോടുകൂടെ ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.